കണ്ണൂരിൽ നാടകം കളിച്ചതിന് നടൻ സന്തോഷ് കീഴാറ്റൂരിന്റെ മകനെയും സുഹൃത്തുക്കളെയും BJP പ്രവർത്തകർ മർദ്ദിച്ചുവെന്നൊരു പരാതി വരുന്നു. കണ്ണൂർ തൃച്ചംബരത്ത് ഇന്നലെ രാത്രിയായിരുന്നു അതിക്രമം. ഹെൽമറ്റ് കൊണ്ട് മകനെ അടിച്ചു പരിക്കേൽപ്പിച്ചുവെന്ന് സന്തോഷ് കീഴാറ്റൂർ പറയുന്നു. സംഭവസ്ഥലത്തെത്തിയ പോലീസ് വിഷയം ഗൗരവത്തിൽ കൈകാര്യം ചെയ്തില്ലെന്നും സന്തോഷ് കീഴാറ്റൂർ പറയുന്നുണ്ട്. BJP പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്ന് യദു സാന്ത് പറയുന്നു. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ഇതെന്താ സംഭവം? ഏത് നാടകം കളിച്ചപ്പോൾ എന്തിനാണ് ഇവർ പ്രകോപിതരായത്? BJP പ്രവർത്തകർ എപ്പോഴായിരുന്നു സംഭവം? പോലീസ് കേസെടുത്തിട്ടില്ലേ? ഡോക്ടർ അരുൺകുമാർ, ഇന്നലെയായിരുന്നു കണ്ണൂർ തൃച്ചംബരത്ത് ഇത്തരമൊരു സംഭവം നടന്നിട്ടുള്ളത്. നടൻ സന്തോഷ് കീഴാറ്റൂരിൻ്റെ മകന് നേരെയാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയത്. സന്തോഷ് കീഴാറ്റൂരിൻ്റെ മകൻ പഠിക്കുന്നത് തൃച്ചംബരത്ത് തന്നെയുള്ള ചിന്മയ സ്കൂളിലാണ്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു നാടക പ്രവർത്തനവും അതിൻ്റെ ഒരു നാടക ക്യാമ്പും അതിൻ്റെ പൂർണ്ണ ചുമതല നിർവഹിച്ചിരുന്നത് ഈ യദു സാന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രകോപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ആക്രമണം നടന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. നമ്മളിപ്പോഴും ആശുപത്രിയിലാണുള്ളത്. ഇവിടെയുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, അതായത് പരിക്കേറ്റ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ സംഭവ സ്ഥലത്ത് ഉണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഈ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വലിയ രീതിയിലുള്ള ആക്ഷേപവും പരാതിയും ഇപ്പോൾ നടൻ സന്തോഷ് കീഴാറ്റൂർ ഉൾപ്പെടെ ഉയർത്തുന്നുണ്ട്. ഈ പരിക്കേറ്റ കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ നിൽക്കുന്നുണ്ട്. അവരുൾപ്പെടെ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഡോക്ടർ ഉൾപ്പെടെ അല്പസമയം മുൻപ് എത്തി അവരോട് കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. അവരുടെ കഴുത്തിനുൾപ്പെടെ യദു 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 ഇതെന്തായിരുന്നു സത്യത്തിൽ? എന്താ സംഭവിച്ചെന്താ? നമ്മൾ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വൈശാഖ് എന്ന പേര്. അവൻ്റെ വീട് തളിപ്പറമ്പ് കോടതിയുടെ പിറകുവശത്തായിട്ടാണ്. അപ്പോൾ അവിടെ അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ രാത്രി എല്ലാവരും ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പോയതാണ്. ഫുഡ് കഴിക്കാൻ പോയി നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒരാളെ പെട്രോളിൽ കഴിഞ്ഞു വണ്ടീനെ. അപ്പോൾ നമ്മൾ പമ്പിൽ പോയി. രണ്ടാൾ പമ്പിൽ പോയി. നമ്മൾ അതിൻ്റെ താഴെ തന്നെ നമ്മൾ പഠിക്കുന്ന സ്കൂൾ കുറച്ചാൾ പഠിച്ചിറങ്ങിയതും ഞാനിപ്പം പഠിച്ചു കഴിഞ്ഞു അവിടെ +2 വരെ. അവൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ജസ്റ്റ് കുറച്ച് സമയം ഇരിക്കുന്നുണ്ടായി. സംസാരിച്ചിരിക്കുമ്പോൾ ഒരാളിങ്ങനെ ജസ്റ്റ് നമ്മൾ കല്ലെടുത്ത് കയ്യിലിങ്ങനെ കളിക്കുമ്പം ഒരു വെറുതെ കല്ലെറിഞ്ഞതാണ്. അപ്പോൾ അത് ഏതൊരു ബോർഡിന് കൊണ്ടുപോയിട്ട് കുറച്ച് കഴിയുമ്പം അതിൻ്റെ അടുത്ത് തന്നെ ഒരു BJP മന്ദിരമുണ്ട്. അവിടുന്ന് ആ ഭാഗത്ത് നിന്ന് 2 പേര് വന്നു. 2 പേര് വന്നിട്ട് ഒന്നും ചോദിക്കുന്നൊന്നുമില്ല, നിങ്ങൾ എന്തിനാ ബോർഡിന് കല്ലെറിഞ്ഞ് പറഞ്ഞിട്ട് അപ്പം തന്നെ അടിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം എൻ്റെ മുത്തിക്ക് ഇട്ടടിച്ചു. നമ്മളെ കൊണ്ടാവുന്ന പോലെ 2 പേരുണ്ടായിരുന്നു. അവർ അന്നേരം നമ്മളെ കൊണ്ടാവുന്ന പോലെ പ്രതിരോധിച്ചു നിന്നു. പിന്നെ അപ്പം തന്നെ അവർ വിളിച്ചിട്ട് ആൾക്കാർക്ക് ആ രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആരെ വിളിച്ചിട്ട് ആൾക്കാർക്ക് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു ബൈക്കിൽ 2 പേര് വന്നിട്ട് ഹെൽമെറ്റെല്ലാം ഊരിയിട്ട് അടിക്കാൻ തുടങ്ങി. ഹെൽമെറ്റ് ഊരി അവരെൻ്റെ ഷർട്ടെല്ലാം വലിച്ചൂരി മൂക്കിന് ഇവിടെയെല്ലാം അടിച്ചിട്ട് മൂക്കെല്ലാം ബ്ലീഡിങ് ചെയ്തു. അപ്പം എൻ്റെ ഫ്രണ്ട്സിനെ അവർ നിലത്തിട്ട് വലിച്ച്. കഴിഞ്ഞ ദിവസം അവിടെ നാടക ക്യാമ്പൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഈ മർദ്ദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നു? അല്ല, അതുമായിട്ട് ഇതൊരു ബന്ധമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വേറെ എന്തെങ്കിലും ഒരു വൈരാഗ്യം കൊണ്ടോ അല്ലാണ്ട് ഒരു തല്ലേണ്ട രീതിയിലൊരു തെറ്റൊന്നും നമ്മൾ ഇവരെ അറിയായിരുന്നു, ഈ മർദ്ദിച്ചവരറിയില്ല. ആ ഭാഗത്തൊരു കണ്ട ഒരു പരിചയം അല്ലാണ്ട് പേഴ്സണലായിട്ട് അറിയാത്തവരാണ്. നടൻ സന്തോഷ് കീഴാറ്റൂർ കൂടി ആശുപത്രിയിലുണ്ട്. സന്തോഷ് കീഴാറ്റൂർ നമ്മളോടൊപ്പം ചേരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു ഭീകരമായ രീതിയിലുള്ള മർദ്ദനമാണ്. ഈ യദുവിൻ്റെ കഴുത്തിനുൾപ്പെടെ അല്ലെങ്കിൽ മുഖത്തുൾപ്പെടെ അതിൻ്റെ പാടുകൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ ഭാഗത്ത് ഉൾപ്പെടെ ആ മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്തായാലും നടൻ സന്തോഷ് കീഴാറ്റൂരുണ്ട്. എന്തായാലും ഇതൊരു ഭീകരമായിട്ടുള്ള മർദ്ദനമാണ്. 17 വയസ്സുകാരായിട്ടുള്ള കുട്ടികളെയാണ് ഇങ്ങനെ മർദ്ദിച്ചിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു കാരണം? ഈ നാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു കാരണം പറയാൻ അതാണ് എന്നെ ഏറ്റവും വലിയ വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യം. അതാണ് എന്താണ് കാരണം? ഈ 17 വയസ്സുള്ള മക്കളെ അടിക്കാൻ, അതും അടി മാത്രമല്ല, മനസാക്ഷിയില്ലാത്ത അടിച്ചത്. ഹെൽമെറ്റ് കൊണ്ടുവന്ന് അടിക്കുകയാണ്, ഹെൽമെറ്റ് ഊരി അടിക്കുകയാണ്. അത് 4 കുട്ടികൾ, നിങ്ങൾ ഈ കാണുന്ന 4 കുട്ടികൾ അവിടെ ഇരിക്കുകയാണ്. ഒരു ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ്, അതും ആ നാട്ടിലെ കുട്ടീൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ ഈ 5-8 പേര് വന്നിട്ട്, അതും 19-25 വയസ്സുള്ള ആൾക്കാർ അടക്കം വന്നിട്ട് ഈ കുട്ടികളെ അടിക്കാൻ എന്താണ് കാരണം? ആ ചോദ്യമാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്താണ് അങ്ങനെ ഒരു സംശയമായിട്ട് തോന്നുന്നത്? എന്ത് കാരണത്താലാണ്? അല്ല, അവരെ 1-2 കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, ആ പ്രദേശം എന്ന് പറയുന്നത് അത്രയധികം ഈ പറഞ്ഞ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമാണ് ഈ പ്രദേശം. ഈ പ്രദേശത്ത് ഞാൻ ഇതിനു മുന്നേയും അവിടെ നാടകോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നോട് അത്രയധികം നല്ല രീതിയിലാണ് സ്കൂൾ മാനേജ്മെൻറ്റൊക്കെ പെരുമാറുന്നത്. ആ പ്രദേശത്തുള്ളവരും സഹകരിക്കുന്നില്ലെങ്കിൽ പോലും ഇതുവരെ യാതൊരു വിധത്തിലുള്ള എന്താ പറയുക ഒരു വിഷയം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2 ദിവസം മുമ്പേ ഒരു വലിയ കുട്ടികളുടെ ക്യാമ്പ് സംഘടിപ്പിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സാമൂഹ്യ വിരുദ്ധർ ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. കാരണം മോനായിരുന്നു ആ ക്യാമ്പിൻ്റെ ഒക്കെ മൊത്തം കോർഡിനേഷൻ ഏറ്റെടുത്തത്. അല്ലാതെ എൻ്റെ പേര് പറഞ്ഞിട്ട് അവനെ അടിക്കേണ്ട കാര്യമില്ല. സന്തോഷിൻ്റെ മകനല്ലേ ഇവിടെ വന്ന് ചോദിച്ചു തന്നെയാണ് മർദ്ദിച്ചത്. വന്ന് ആളാവണ്ടെന്ന് പറഞ്ഞിട്ട് അടിക്കുന്നത്. ഇവർ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഫ്ലെക്സിന് കല്ലെറിഞ്ഞു എന്ന്. അത് സ്കൂളിൻ്റെ ഒരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊരു കുട്ടി തന്നെ പറയുന്നുണ്ട്
ഈ കുട്ടികളിങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഈ കല്ലുകൊണ്ട് ഇങ്ങനെ എറിഞ്ഞ് കളിക്കുമ്പോൾ ഒരു ചെറിയൊരു കല്ല് അവിടെ ഈ വിജയിച്ച കുട്ടികളുടെ ഒരു ഫ്ലെക്സ് വെച്ചിരുന്നു പോലും അതിലേക്ക് കല്ല് കൊണ്ടുവന്ന് കുട്ടികളെല്ലാം പറയുന്നുണ്ട്. അത് കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിയതാണ്. ഇത് പറഞ്ഞിട്ട് ആദ്യം അടിക്കുന്നത് എൻ്റെ മകനെയാണ്. എൻ്റെ മകനൊന്നല്ല, അത് ഇവരെ കൂട്ടത്തിലൊരു പയ്യനാണ്, അറിയാൻ പറയുന്നുണ്ട്. കുട്ടികളല്ലേ ഇതൊക്കെ, എന്താണ് ഇപ്പം പറയുക? വിചാരിക്കണ്ടേ 16-17 വയസ്സുള്ള കുട്ടികളെ അവർ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പോയിട്ട് ഇങ്ങനെ കൂട്ടം ചേർന്ന് ആക്രമിക്കുക എന്ന് പറഞ്ഞാലൊന്നും ശരിയായ ഒരു കാര്യമേ അല്ല.